ശ്രീ ജയരാജ്, ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അയ്യപ്പ ഭക്തരുടെ ഇടയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനു വേണ്ടി ഈ സർക്കാർ ഇത്തരം ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ശബരിമലയിൽ ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ ഒരു സർക്കാർ അതിനെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ലംഘനത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ആയിരക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ കള്ളക്കേസിൽ കുടുക്കിയ ഒരു സർക്കാർ ഇവിടെ ഇത്തരം ഒരു സംഗമം നടത്തുമ്പോൾ അതിനെ എന്ത് ധാർമ്മികതയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഇപ്പോഴത്തെ ഈ സർക്കാരിനുള്ളത്? തീർച്ചയായിട്ടും ശബരിമല എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സെക്യുലർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാര്യം വാവരുടെ പള്ളിയിൽ പോയിട്ടാണ് നമ്മൾ അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ശബരിമലയിൽ മാത്രമാണ് നമ്മൾ ശരണം വിളിക്കുന്നത്. വേറെ ഒരു ക്ഷേത്രങ്ങളിലും നമ്മൾ ശരണം വിളിക്കാറില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ ബൗദ്ധിക പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിസ്റ്റ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കണക്ഷൻസൊക്കെ നമുക്ക് ഹിസ്റ്റോറിക്കലി വായിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ ഏത് മതത്തിൽപ്പെട്ട ഏത് വിശ്വാസിക്കും കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ, അത് കേരളത്തിൻ്റെ കൾച്ചറിൽ എംബഡഡ് ആണ് ശബരിമലയുടെ കൾച്ചർ. അപ്പോൾ ആ ഒരു കൾച്ചർ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ എന്താണ് അതിന് പറയുന്നത്, നമ്മളുടെ ഒരു സാംസ്കാരിക പ്രദർശനം തന്നെയാണ് അത്. ഉദാഹരണത്തിന് ഞാൻ കുംഭമേളയ്ക്ക് പോയിട്ടുള്ള ഒരാളാണ്. കുംഭമേള എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് അവിടെ ത്രിവേണി സംഗമത്തിൽ നമ്മൾ ഈ സ്നാനം നടത്തുമ്പോൾ അതിന് കോൺഗ്രസ് സർക്കാരായിക്കോട്ടെ, സമാജ്വാദി സർക്കാരിൻ്റെ കാലത്തുള്ള ഇതായിക്കോട്ടെ, അതിനുശേഷം വന്ന BJP സർക്കാരായിക്കോട്ടെ, എല്ലാം അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്, ലോകത്തിന് മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം എന്നുള്ള രീതിയിലാണ് അതിന് കൂടുതൽ ആംഗിൾ കൊടുക്കുന്നത്. ഇത്തവണത്തെ പ്രയാഗിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുത്തത് UAE പ്രസിഡൻ്റാണ്. നിങ്ങളത് മനസ്സിലാക്കണം. UAE പ്രസിഡൻ്റായിട്ടുള്ള ഷെയ്ഖ് അലി നഹ്യാനാണ് അവിടെ വന്ന് കുംഭമേളയിൽ വന്ന് മുങ്ങിയത്. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്നത് പല ആളുകൾക്കും സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് അവരുടെ രാജ്യത്തൊന്നും കിട്ടാത്ത സ്പിരിച്വാലിറ്റി നമ്മളുടെ രാജ്യത്തും നമ്മളുടെ ഹിമാലയത്തിലും ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് കുംഭമേള എന്ന് പറയുന്നത്. അപ്പോൾ കുംഭമേള പോലെ തന്നെയാണ് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. കേരളത്തിൻ്റെ പ്രത്യേക ടെക്സ്ചർ, അതായത് 14-ാം നൂറ്റാണ്ടിനേക്കാൾ എത്രയോ മുമ്പേ മറ്റ് പല രാജ്യങ്ങൾ ടോളമിയുടെ കാലം തൊട്ടേ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉള്ളതാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും എല്ലാ തരത്തിലുള്ള കച്ചവട ഇടപാടലുകളും അവരെയെല്ലാം നമ്മൾ തുറന്ന സമീപനത്തോടു കൂടി ഈ കൊളോണിയൽ കാലത്തിന് മുമ്പുള്ള കാലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ തുറന്ന സമീപനത്തോടു കൂടി അവരെല്ലാം സ്വീകരിക്കുകയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം മാനിക്കുകയും ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടെ ഈ മലനാടെന്ന് പറയുന്ന ഈ കേരളത്തിലുള്ള ആളുകളെല്ലാം. ഇവിടെ വരുന്ന പിൽഗ്രിംസിൽ ഏറ്റവും കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്ന്, 2ാം സ്ഥാനത്ത് നിന്ന് വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്, 3ാം സ്ഥാനത്ത്, അതായത് ഈ ഇൻഹൗസ് പിൽഗ്രിമേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം കർണാടകയിൽ നിന്നാണ്. അപ്പം അവിടെ നിന്ന് ദേവസ്വം ബോർഡ് ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് അവിടുത്തെ ചീഫ് മിനിസ്റ്ററിനെ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്നത്, അവിടെ ദേവസ്വം മന്ത്രി ഇൻവൈറ്റ് ചെയ്യുന്നതിനകത്ത് അസ്വാഭാവികതയായിട്ടൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം ആരെങ്കിലും പ്രതിനിധികളെ വിടുമായിരിക്കും. അതിനകത്ത് അദ്ദേഹം വിശ്വാസിയാണോ വിശ്വാസിയല്ലയോ അല്ലെങ്കിൽ ഹിന്ദുയിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണോ എന്നൊക്കെ നോക്കുന്നത് വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. ഉദാഹരണത്തിന് സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് RSSൻ്റെ ആദ്യത്തെ സ്റ്റാൻഡ് എന്തായിരുന്നു? സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഓപ്പണായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കുകയും പെട്ടെന്ന് തന്നെ അവർ U-ടേൺ എടുക്കുകയും ചെയ്തിട്ടാണ് സ്ത്രീ പ്രവേശനത്തിനെതിരെ ആ സുപ്രീം കോടതി വിധിക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കുകയൊക്കെ ചെയ്തത്. അതിനെ തുടർന്ന് BJPയുടെ വളരെ പ്രബലനായിട്ടുള്ളൊരു നേതാവ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ശബരിമല, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണെന്ന് പരസ്യമായിട്ട് സംസാരിക്കുകയും ചെയ്തത് നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയിൽ വീണ്ടും ഖനിയിൽ സ്വർണ്ണത്തരികൾ വല്ലതും ബാക്കിയുണ്ടോ എന്ന് തപ്പി നടക്കുക. അതുമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ആരാണ്? രാജീവ് ചന്ദ്രശേഖരൻ അഭിപ്രായങ്ങൾ പറയാം, സ്വാഭാവികം. BJP പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പക്ഷേ ആരെ ക്ഷണിക്കണം, ആരെ ക്ഷണിക്കേണ്ട, ആരെ വരുത്താം, വിശ്വാസികൾ മാത്രമേ കയറാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പം സിസ്റ്റൈൻ ചാപ്പലിൽ കയറി മൈക്കലാഞ്ചലോയുടെ വർക്കൊക്കെ കാണുന്നത് അവിടെ നമ്മൾ വിശ്വാസിയായിട്ടാണോ? അവിടുത്തെ ആർട്ടിഫാക്റ്റും മറ്റു കാര്യങ്ങളും കണ്ട് അവിടുത്തെ കൾച്ചറൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല അർത്ഥത്തിലുള്ള ആളുകളും ക്ഷേത്ര ദർശനങ്ങൾ നടത്താറുണ്ട്. ചിലർക്ക് അവിടുത്തെ ക്ഷേത്ര കലകളിലായിരിക്കും താല്പര്യം, ചിലർക്ക് അതിൻ്റെ വാസ്തുശാസ്ത്രത്തിലായിരിക്കും താല്പര്യം, ചിലർക്ക് ഭക്തിയിലായിരിക്കും താല്പര്യം. അങ്ങനെ പല ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജീവ് ചന്ദ്രശേഖർ തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ഒരു ചോദ്യം, ഇതൊരു മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അതായത് മുസ്ലിം വിരുദ്ധത തുടർച്ചയായി പ്രസംഗിക്കുന്ന ഒരാളിനെ
മുസ്ലിം പള്ളിയിൽ ഒരു പരിപാടിക്ക് ക്ഷണിക്കുവാൻ CPM-ഓ ഇവിടുത്തെ സർക്കാരോ തയ്യാറാകുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ല, അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചതാണ്. അത് എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ വെള്ളായണിയിൽ ക്ഷേത്രത്തിൽ കാവി കളറിലെ കൊടി കെട്ടുന്നതിനെ കുറിച്ച് എല്ലാ സ്ഥലത്തും കാവി കളറിനെ കൊടി കെട്ടുന്നതിനെ കുറിച്ച് ഒരു തർക്കം ഉണ്ടായി. ആ തർക്കം ഉണ്ടായ സമയത്ത് ദേശീയ ചാനലുകൾ പല ആളുകളും ചോദിച്ചു, ഇതുപോലെ പള്ളിയിൽ എന്തുകൊണ്ടാണ് കാവിക്കൊടി കെട്ടാൻ, അവിടെ വിവിധ വർണ്ണങ്ങളിലുള്ള കൊടി കെട്ടാൻ, പച്ചയല്ലാതെ വേറെ എന്താ കെട്ടാൻ? അവിടെയാണ് നമ്മൾ ഹിന്ദു മതവും സെമിറ്റിക് മതങ്ങളും പേഗൻ റിലീജിയനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ബഹുദൈവ വിശ്വാസത്തിൽ പിന്തുടരുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ടോളറൻസ് ആവുകയും ഏകദൈവ വിശ്വാസം, അതായത് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം എന്നൊക്കെ പറയുന്നത് അവർ ഒരേ ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്, മറ്റ് ദൈവങ്ങളെ ആരെയും അവരെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ അവർക്ക് ഈ ലെസ് ടോളറൻസ് ആണോ ഉള്ളത് എന്ന് നമുക്കെല്ലാം പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അവർക്കതിനുള്ള ഇതുണ്ട്. നമ്മളുടേതൊരു ബഹുദൈവ വിശ്വാസവും ഹിന്ദുയിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ഹിന്ദുത്വയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഹിന്ദുയിസത്തിൻ്റെ കാര്യമാണ്, അതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളായിട്ടുള്ള ഹിന്ദുത്വയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഹിന്ദുയിസത്തിൻ്റെ കാര്യത്തിനാണ്. അതിനകത്താണ് നമ്മൾ സർവ്വധർമ്മ സമഭാവന എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. സർവ്വധർമ്മ സമഭാവന എന്നൊക്കെ പറയുന്നത് വളരെ ഉദാത്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഹിന്ദുയിസത്തിൽ മാത്രമേ ഉള്ളൂ. ഹിന്ദുയിസം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്, ഇറ്റ്സ് എ വേ ഓഫ്